ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഇന്ന് റമളാൻ 28 ഏകദേശം ബാഗ് കൊടുക്കാൻ ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോമ്പുത്ര ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇതാ നമുക്ക് ഉരുളൻകിഴങ്ങ് ബജിയും അതുപോലെ മുളക് ബജിയും ഉണ്ട്. പിന്നെ നമ്മുടെ മുന്തിരി ഉണ്ട്, നവൽമഴ ഉണ്ട്, പിന്നെന്താണ് നമ്മുടെ എന്താ പറയുക ചക്കരമത്തൻ ഉണ്ട് കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളം കലക്കിയതുണ്ട്. ഇതാണ് നമ്മൾ നോമ്പുത്രൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ അതായത് നമ്മൾ പത്തിരി ചുട്ട് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉരുളൻകിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. പിന്നെ എന്താണ് പിന്നെ അതൊക്കെ ഉള്ളത് പിന്നെ അതൊക്കെ ഒന്നുമില്ല. പിന്നെ ചീരാക്കഞ്ഞി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കൊല്ലം നമ്മൾ വേറെ ഉണ്ടാക്കൊന്നുമില്ല. അപ്പോൾ ചീരാക്കഞ്ഞി ലേശം ഉണ്ടാക്കിയിട്ടുണ്ട്. നാളത്തോടു കൂടി നോമ്പ് കഴിയില്ലോ ഒന്നും അറിയില്ലല്ലോ. അത് കഴിഞ്ഞു. പിന്നെ ചോറിന് വേണം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നൽത്താപ്പ് വരാൻ ലേറ്റ് ആയിട്ടാണ്, ഒന്ന് നോമ്പറക്കാൻ എത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മക്കൾക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദൽത്താപ്പ് വന്ന് നോമ്പറന്നിട്ട് കഴിഞ്ഞിട്ട് ഇത് ഉണക്കൽ ഞാൻ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചീരകഞ്ഞിക്കും ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഉണക്കൽ പിരിക്കാമെന്ന്. അങ്ങനെ ഉണക്കലൊക്കെ പൊരിച്ച് റെഡിയായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നമുക്ക് ബിരിയാണി ഇട്ട് വന്നത് കേട്ടോ. ബിരിയാണി എന്ന് പള്ളിക്ക് നിന്ന് നോമ്പ് തുറയാണ്ട് ബിരിയാണി ഇട്ടുണ്ടായിരുന്നു. അപ്പം ബിരിയാണി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണി കഴിക്കായിരുന്നു. കാക്കയും സെബിയും ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണി കഴിക്കായിരുന്നു. ബിരിയാണി കഴിഞ്ഞ് പിന്നെ ഞാൻ 9:30-10 മണിയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, ചീരക്കഞ്ഞി. ഇപ്പം നമുക്ക് വേണ്ടി എനിക്ക് ഉപ്പാക്ക് വേണ്ടി മാത്രമായിട്ട് ചീരക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഉണ്ടാക്കണമെന്നുണ്ടാവില്ല, കാരണം എന്നാൽ മാത്രമാണെങ്കിൽ ഒരു ദിവസം 2 ദിവസം മുമ്പൊന്നും അറിയില്ല. പിന്നെ ഞാൻ ചീരക്കഞ്ഞി കുടിച്ചു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു.